ഹായ് ഡേ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുന്നേ ഒരു 2-3 ലൈവ് ക്ലാസ്സുകളൊക്കെ ലൈവ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, അതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള, അതായത് നിങ്ങളുടെ എക്സാമിനേഷനിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഹു വാസ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഇൻഡോ ഗ്രീക്ക് റൂളർ ഓഫ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ? ഇതിന്റെ ഓപ്ഷനിൽ നമുക്ക് അശോക, ബിന്ദുസാരൊക്കെ ഓപ്ഷനിൽ കാണുന്നുണ്ട്. ഈ അശോകനെയും ബിന്ദുസാരനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. കാരണം അശോകൻ, ബിന്ദുസാരൊക്കെ വരുന്നത് എവിടെയാണ്? ഇൻഡോ ഗ്രീക്ക് റൂളേഴ്സ് ഒന്നുമല്ല വരുന്നത്, നമുക്കറിയാൻ പറ്റില്ലേ. അശോകൊക്കെ വരുന്നത് മൗര്യൻ ഡൈനാസ്റ്റിന്റെ അകത്താണ്. അപ്പൊ അവരെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒരു സാധ്യത മെനന്തറും അലക്സാണ്ടർ ആണ്. ഇതില് നമ്മുടെ രണ്ടാമത്തെ ലൈവിന്റെ അകത്താണ് 75 ഒക്യുപ്പേഷൻസിനെ പറ്റി പറയുന്ന ഒരു പുസ്തകത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ആ പുസ്തകം എന്ന് പറയുന്നത് മിലിന്ദ മനുവാണ്. അത് എഴുതിയിട്ടുണ്ടായിരുന്ന മെനന്തറാണ്. അപ്പൊ മെനന്തർ എവിടത്തെ റൂളർ ആയിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഡോ ഗ്രീക്ക് റൂളർ ആയിരുന്നു അല്ലെ. അപ്പം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ലൈവിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഷാഗാസ് ഒറിജിനലി ബിലോങ് ടു വിച്ച് പാർട്ട് ഓഫ് ഏഷ്യയുടെ ഏത് ഭാഗത്താണ് ഷാഗാസ്? ഷാഗാസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പാർത്തീൻസും ഷാഗാസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. ഇതില് അവർ ബിലോങ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഏഷ്യയാണ്. അതിന്റെ ഓപ്ഷൻസിൽ നോർത്തേൺ ഏഷ്യ, അതേപോലെ വെസ്റ്റേൺ ഏഷ്യ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സെൻട്രൽ ഏഷ്യ ആണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. പിന്നെ ഹൂ ആർ ദ ഓതേഴ്സ് ഓഫ് വേദിക് ആൻസർ? ഇതിന്റെ ഓപ്ഷനിൽ പോലും നോക്കാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണല്ലോ ഇത്. കാരണം ഇതിന്റെ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് അതിന്റെ ആൻസർ. വേദിക് ഹൈംസ് ആണ് പറഞ്ഞത്. ഈ വേദ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ കാളിദാസനും അശോകനും ചന്ദ്രഗുപ്ത ഫസ്റ്റ് ഒന്നും ജീവിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാലേ. നമ്മുടെ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോട്ടിലായിരുന്നു കാളിദാസൻ ഉണ്ടായിരുന്നത് അല്ലെ. അതേപോലെ അശോക മൗര്യ രാജാവായിരുന്നു, അദ്ദേഹം ഒന്നും ഈ സമയത്തില്ല. പിന്നെ ആ ഒരൊറ്റ ഓപ്ഷൻ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ഏതാ? ആര്യൻസ് ആണ്. നമ്മൾ പറഞ്ഞതാണ് ആര്യൻസ് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരികയും അല്ലെ അവരെ ഇന്ത്യയിൽ സെറ്റിൽ ആകുകയും അങ്ങനെയാണ് ശരിക്കും ഒരു വേദ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഏർലി വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ് എന്നും ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ആൻസർ വരുന്ന ആര്യൻസ് ആണ്. നമ്മൾ 2 ലൈവിന്റെ അകത്തും ലേറ്റർ വേദിക് പീപ്പിളിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഹൂ ഇസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് കുഷാനാസ്? കുഷാനന്മാരിലെ ഏറ്റവും മോസ്റ്റ് ഫേമസ് റൂളർ ആരാണ്? ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ അശോകനെയും ബിന്ദുസാറിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷനിൽ കൺഫ്യൂഷൻ വരുന്നത് കനിഷ്കയും വാസുദേവിയാണ് അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആരെ പറ്റിയിട്ടാണ്? കനിഷ്ക രാജാവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലാസ്റ്റിൽ നമ്മൾ കവർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 78 AD ശകവർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ശകാര സ്റ്റാർട്ട് ചെയ്തത് ആരാണെന്ന്? കുഷാന രാജാവ് ആരാണ്? കനിഷ്കനാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ കനിഷ്കയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ലാസ്റ്റ് ലൈവിൽ കവർ ചെയ്ത ടോപ്പിക് ആണ്. വാട്ട് ഡസ് ദ ടേം സംഗം ഏജ് റെഫേഴ്സ് ടു? അല്ലെ, നമ്മളിത് ഷോർട്ട് ആൻസർ പോലെയാണ് കവർ ചെയ്ത ടോപ്പിക്. പക്ഷെ ഇതിൽ നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത് 1 വേർഡ് ആണ്. സംഗം ഏജ് എവിടെയാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്? അതായത് അതിന്റെ ഓപ്ഷൻസ് നോക്കൂ. ഏർലി ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ, ഏർലി ഹിസ്റ്ററി ഓഫ് നോർത്ത് ഇന്ത്യ, പിന്നെ ഹിസ്റ്ററി ഓഫ് യൂറോപ്പ്, അതേപോലെ ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന 2 ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ, ചിലപ്പം നമുക്ക് ഓപ്ഷൻസ്, നമുക്ക് കറക്റ്റ് ആൻസർ അറിയില്ലായിരിക്കും, പക്ഷെ കൺഫ്യൂസ്ഡ് അല്ലാത്ത ചില ഓപ്ഷൻസ് ഉണ്ടാവും. അതിനെ നമുക്ക് എളുപ്പം എടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ പിന്നെ ചിലപ്പോൾ 1-2 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ആൻസർ കണ്ടെത്താൻ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ യൂറോപ്പും ബ്രിട്ടന്റെ ഒന്നും ഹിസ്റ്ററി അല്ല സംഘം എന്ന് പറയുന്നത്. സംഘം എന്നുള്ള വേർഡ് യൂറോപ്പോ ഹിസ്റ്ററി ആയിട്ടൊന്നും കണക്ഷൻ ഇല്ല അല്ലെ. സംഘം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ബിലോങ് ടു ആൻഷ്യൻ തമിഴകം അല്ലെ. അപ്പം ഇവിടെ തമിഴകം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ റീജിയൻസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഏർലി ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നതാണ് സംഘം ഏജ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതിലുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഓഫ് ശതവാഹനാസ് എന്ന് പറയുന്നത് പ്രതിസ്ഥാനാണ്. അതിൽ നമുക്കറിയാം അത് കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം ക്യാപിറ്റൽ ചോദിച്ചു. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയായിരുന്നു ഇത്. പിന്നെ ദ ബെസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇൻഡോ റോമൻ ട്രേഡ്, ഇതിനെ പറ്റിയിട്ട് പറയുന്ന ബെസ്റ്റ് ബുക്ക് ഏതാണെന്ന്. അതിൽ അർത്ഥശാസ്ത്രം ഉണ്ട്, പിന്നെ ചരക സംഹിത ഉണ്ട്, ദേവപുത്ര. ദേവപുത്ര എന്ന് പറയുന്ന ഒരു പുസ്തകമൊന്നുമില്ല, അതൊരു ടൈറ്റിലാണ് അല്ലെ. ശാഖമാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കനിഷ്കമാരുടെ ഒക്കെ ടൈറ്റിലാണ്. അപ്പൊ ദേവപുത്രനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ അർത്ഥശാസ്ത്രയാണ്. അർത്ഥശാസ്ത്രയിലും അല്ല, അർത്ഥശാസ്ത്രയൊക്കെ വരുന്നത് കുറെ കഴിഞ്ഞ ശേഷമാണ്. പിന്നെ ചരക സംഹിത ഒരു ഓപ്ഷൻ. ചരക സംഹിത എന്നൊക്കെ പറയുന്നത് നമുക്കറിയാൻ പറ്റും, ചരകന്റെ ചരക സംഹിതയൊക്കെ ഈ ചികിത്സാ രീതികളെ പറ്റി അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുമല്ല. അപ്പൊ പെൻഡിങ് ഓപ്ഷൻ പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ ആണ്. ഇതിൽ അർത്ഥശാസ്ത്രമൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണല്ലേ. അർത്ഥശാസ്ത്രത്തിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ അർത്ഥശാസ്ത്രമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
പിന്നെ വരുന്നത് ഹു വാസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദ ഗുപ്ത എംപയർ. ഗുപ്ത എംപയറിന്റെ റിയൽ ഫൗണ്ടർ ആണ്. ഇപ്പൊ ലാസ്റ്റ് ലൈവിൽ നമ്മൾ കവർ ചെയ്തൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഹൂസ് എ ഫൗണ്ടർ ഓഫ് ഗുപ്ത എംപയർ. ഗുപ്ത എംപയറിന്റെ ഫൗണ്ടർ ആണ് നമ്മൾ ചോദിച്ചത്. അതാരായിരുന്നു? ശ്രീഗുപ്തയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഗുപ്ത എംപയറിന്റെ റിയൽ ഫൗണ്ടർ ആരാണ്? അന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുപ്ത എംപയറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്രീഗുപ്തയാണെങ്കിലും റിയൽ ഫൗണ്ടർ അല്ലെങ്കിൽ നമ്മള് അതിന്റെ ഒരു യഥാർത്ഥ ഒരു സ്ഥാപകനായിട്ട് നമ്മൾ കാണുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റിനെയാണ് അല്ലെ. കാരണം അവർക്ക് ശേഷമാണ് സമുദ്രഗുപ്തനും ചന്ദ്രഗുപ്ത സെക്കൻഡ് ഒക്കെ വരുന്നത്. അപ്പം ഒരു റിയൽ ഫൗണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. അതൊരു ഓർഡറിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഹർഷവർദ്ധൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അദ്ദേഹം ഈ ഒരു ഗുപ്ത എംപയറിൽ വരുന്ന ആളേ അല്ല അല്ലെ. അവരൊക്കെ വർദ്ധന ഡൈനാസ്റ്റിയിലാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ നമുക്ക് എടുത്തു ഒഴിവാക്കാം. പിന്നെ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് വാസ് ദ മോസ്റ്റ് നോട്ടബിൾ സാൻസ്ക്രിറ്റ് പോയിറ്റ് ആൻഡ് പ്ലേ റൈറ്റ് ഹു അഡോൺ ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന, ഗുപ്ത എംപയർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിറ്റ്, ഒരു സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റർ ആരാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവരത്നങ്ങൾ അല്ലെ, 9 പേര് അവിടെ ഉണ്ടായിരുന്നു. ആമരഘോഷ, അങ്ങനെ കുറെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കാളിദാസായിരുന്നു. ഇതും ലാസ്റ്റ് ലൈവിൽ കവർ ചെയ്തിട്ടുള്ള, നമ്മൾ ഷോർട്ട് ആൻസർ ആയി കവർ ചെയ്തൊരു ടോപ്പിക്കാണ്. കാളിദാസനാണ് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്നത്. കാളിദാസന്റെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. കുറെ പുസ്തകങ്ങൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതാണ് ഓപ്ഷൻ വരിക. പിന്നെ താരിഖ് ഫിറോസ് ഷാഹി എഴുതിയിട്ടുള്ളത് ആരാണെന്നുള്ളത് ഇത് കുറച്ചൊരു എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. സിയാബുദ്ദീൻ ബറാണിയാണ് പക്ഷെ അതിന്റെ ആൻസർ വരുന്നത്. പിന്നെ ഡൽഹി സുൽത്താനേറ്റിലെ ഇത് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പം മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, കുറെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ചോദിച്ചത് പക്ഷെ എന്താണ്? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഏതായിരുന്നു? ദിവാനി അമീർ കോഹിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പറയാറുള്ളത്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ കറക്റ്റ് എല്ലാ ലൈവുകളും അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും ഒന്ന് വെച്ച് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റില്ല. ഓക്കെ, എസ്പെഷ്യലി വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി തന്നെയായിരുന്നു. ഓക്കെ, ചിഷ്ടി ഓർഡർ ഉണ്ടാക്കിയത് ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടിയാണ്. ഇതിന്റെ ഓപ്ഷനിൽ നമുക്ക് കബീർ കാണാം, ഗുരുനാനാക്ക് കാണാം. കബീറും ഗുരുനാനാക്കൊക്കെ എവിടെ വരുന്നത് മക്കളെ? നമ്മളിത് കവർ ചെയ്ത ടോപ്പിക്കാണ്. കബീറും ഗുരുനാനാക്കൊക്കെ വരുന്നത് ഈ ഭക്തി സയൻസിന്റെ സമയത്താണ്. ഇവിടെ ചിഷ്ടി ഓർഡറിലാണ് പഠിച്ചത് അല്ലെ. ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അണ്ടർ ഡൽഹി സുൽത്താനേറ്റ് അല്ലെ. അത് അതിന്റെ താഴെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ദിവാനി ഇൻഷ എന്ന് പറഞ്ഞാൽ റോയൽ കറസ്പോണ്ടൻസ് ആണ്. അതായത് ഇപ്പൊ നമ്മളെ എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. പിന്നെ ദിവാനി വഖഫ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്, അതുമല്ല. പിന്നെ ദിവാനി റസാലത്ത് ആർസ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസിലാണ് വരിക. ഓക്കെ, അപ്പം ഈ ഡിപ്പാർട്ട്മെന്റ്സുകൾ കുറെ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു അല്ലെ, അതേപോലെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു, പിന്നെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെ ആയിരുന്നു. പിന്നെ റോയൽ കാർഖാനാസിന് മുഗൾ എംപയറിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കുറെ കാണാൻ പറ്റില്ല. മിർബക്ഷി, മിർസം എന്ന് പറഞ്ഞിട്ട്, സദർ സദർ, അതേപോലെ ഷാഹി ക്വാസി, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതില് ഇപ്പൊ രണ്ടിന്റെയും മുഗൾ എംപയറിന്റെയും ഡിപ്പാർട്ട്മെന്റ്സും ഡൽഹി സുൽത്താനേറ്റിലെ ഡിപ്പാർട്ട്മെന്റ്സ് എസ്പെഷ്യലി ചോദിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അതേപോലെ ഡിപ്പാർട്ട്മെന്റ് പേരെന്താണ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് പറയുന്നത് എന്താ പറയാ, അത് കാരണവശാൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ കവർ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ മുഗൾ എംപയർ അക്ബറിന്റെ അണ്ടറിൽ എത്ര സുബാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? ശരിക്കും 15 സുബകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ ഓപ്ഷനിൽ 15 എന്നുള്ള ഓപ്ഷൻ അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് അവർ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാത്ത അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ശരിക്കും ഇതിലില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഇത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പക്ക അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് റിഫോംസ്, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റിഫോംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കറ്റ് റിഫോംസ് ആണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. പിന്നെ 3 സെപ്പറേറ്റ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു. അതേപോലെ ഫുൾ പ്രൈസസിന്റെ വില കൺട്രോൾ ചെയ്തു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതില് ഫുഡ് ഗ്രെയിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൺട്രീസ് ആയിരുന്നു പല സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ഇതാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉപയോഗിച്ച ടേം എന്താണെന്നുള്ളതാണ്. അപ്പം ഇവിടെ പറയുന്നത് ദിവാനി കൂൾ, അമീർ, സ്വാസർ. അപ്പൊ ബഞ്ചാരാസ് എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മൾ കൺട്രി സൈഡിലേക്ക് ഇങ്ങനെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് എസ്പെഷ്യലി ഡൽഹിയിലൊക്കെ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിന്റെ മാർക്കറ്റ് റിഫോംസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ താഴെ പറയുന്നതില്
ഓക്കെ, പിന്നെ താഴെ പറയുന്നത് നോക്കൂ, അതായത് താഴെ ആരൊക്കെ തമ്മിലുള്ള റെവല്യൂഷൻസ്, യുദ്ധങ്ങൾ നടന്ന് പറയുന്നുണ്ട്. അതായത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷ് പവറും തമ്മിലുള്ള റിവോൾട്ട്, അതിന്റെ പേരാണ് ചോദിക്കുന്നത്. അതില് ബാറ്റിൽ ഓഫ് ബക്സാറും ബാറ്റിൽ ഓഫ് പ്ലാസിയും, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. ബക്സാർ യുദ്ധവും പ്ലാസി യുദ്ധവും നമുക്കറിയാം ബ്രിട്ടീഷുകാരും ഇന്ത്യയും തമ്മിൽ നടന്നിട്ടാണ്. പിന്നെ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് യുദ്ധങ്ങൾ നമ്മൾ മുഗൾ എംപയർ പഠിച്ചപ്പോൾ സമയത്ത് പറഞ്ഞതാണ് അല്ലെ. അതായത് ഇബ്രാഹിം ലോധിയും അവരൊക്കെ തമ്മിൽ നടന്നിട്ടുണ്ട്. പാനിപ്പത്ത് യുദ്ധങ്ങൾ അഫ്ഗാൻ റൂളേഴ്സ് തമ്മിൽ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ മുഗൾസ് ആണ് എൻഗേജ്ഡ് ആയിരിക്കുന്നത്. അതിൽ ഫ്രഞ്ചുകാർ വരുന്നില്ല. ഇവിടെ നമ്മളോട് ചോദ്യം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷ് പവറും തമ്മിൽ ഇന്ത്യയിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന യുദ്ധത്തിന്റെ പേരാണ്. അതിന്റെ പേര് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് ആണ്. ഓക്കെ, പിന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഫോർട്ട് ഇൻ, പ്ലാസി യുദ്ധം നടന്ന വർഷം, യുദ്ധങ്ങൾ എസ്പെഷ്യലി 1857 റിവോൾട്ട്, പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം ഒക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു. ഇതിൽ പ്ലാസി യുദ്ധം നടന്നിട്ടുള്ള വർഷം 1757, ബക്സാർ 1764. ഓക്കെ, പിന്നെ താഴെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. ഇത് നമ്മൾ ജസ്റ്റ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് ഏത് ഗവർണർ ജനറൽ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് അല്ലെ. ഡോക്ട്രിൻ ഓഫ് ലാപ്സും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെർമനന്റ് സെറ്റിൽമെന്റ് ഒക്കെ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു ആണ് കൊണ്ടുവന്നത്. ഇത് 1857 റിവോൾട്ടിന്റെ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വിഡോ റീമാരേജിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. വിഡോ റീമാരേജ് അതായത് വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവരുന്നതിന് എന്താ പറയാ, പ്രധാനമായിട്ടും അതിന് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിഫോമറിന്റെ പേരാണ് ചോദിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ഉണ്ട്, ദാദാഭായ് നവറോജി ഉണ്ട്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ബാലഗംഗാധർ തിലക്. ഇതില് നമ്മള് രാജാറാം മോഹൻ റോയിനെ, നവറോജിനെ, തിലകിനൊക്കെ നമ്മൾ എന്തിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ? ഈ ലൈവിന്റെ അകത്ത് പല ലൈവ് ഷെഡ്യൂളുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അതിന്റെ ഭാഗമായിട്ടാണ് 1856 ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കുന്നത്. പിന്നെ നാഷണലിസം ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്ത്, ഇതൊക്കെ നാഷണലിസം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യപ്പെടാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ലൈവിന്റെ അകത്ത് കവർ ചെയ്ത ടോപ്പിക്കുകളാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഇനി പറഞ്ഞിട്ടുള്ളത് സതി പ്രാക്ടീസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സതി അബോളിഷ് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത് ഫസ്റ്റത്തെ ആളാരാണ്? അതിന്റെ ഓപ്ഷൻസ് നോക്കൂ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രാജാറാം മോഹൻ റോയ്, വിവേകാനന്ദ, മഹാത്മാഗാന്ധി. ഇതിൽ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. 1829 നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് സതി പ്രാക്ടീസ് ഇല്ലീഗൽ ആക്കിയിട്ട് മാറ്റിയത്. അത് നമ്മൾ 2 ലൈവിനും പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, പിന്നെ ഡ്രെയിൻ തിയറി പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സെക്കൻഡ് ലൈവിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടായത്. ഡ്രെയിൻ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ പേര് അല്ലെ. അതായത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം നമ്മള് ദാദാഭായ് നവറോജി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഓഫ് കോഴ്സ് ദാദാഭായ് നവറോജി എഴുതിയ പുസ്തകമാണ് അത് എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഡ്രെയിൻ തിയറി ആരുടെയാണ്? ദാദാഭായ് നവറോജിന്റെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലാണല്ലോ അത് കിടക്കുന്നത് അല്ലെ. പിന്നെ താഴെയുള്ള പുസ്തകം നോക്കൂ, ഹിന്ദു സ്വരാജ് വേദാസ് ഒക്കെയാണ്. അതൊന്നും അതല്ല. ഹിന്ദു സ്വരാജ് ഒക്കെ പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെയാണ്. അപ്പം ആ പുസ്തകം ആരുടെയാണ്? ഡ്രെയിൻ തിയറി പറയുന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. പിന്നെ താഴെ പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തതാണ്. അതായത് ഗണപതി ഫെസ്റ്റിവൽ ആരാണ് അല്ലെ? ഗണപതി ഫെസ്റ്റിവൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1893 ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയിലാണ് ഗണപതി ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഹ്യൂം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഉണ്ടാക്കുന്നത് അല്ലെ. INC എന്ന് പറഞ്ഞിട്ട് AO ഹ്യൂം അല്ലെ, അല്ലാതെ ഒക്ടാവിയൻ ഹ്യൂം ആണ് അത് ഉണ്ടാക്കുന്നത്. അത് നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ ഇതാ താഴെ പറയുന്നതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ടീഷൻ, ബംഗാൾ പാർട്ടീഷൻ നടത്തിയത് കേഴ്സൺ പ്രഭു ആണ്. അതൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രീഡം മൂവ്മെന്റ്സുമായിട്ട്, ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കോൺഗ്രസിലെ സ്പ്ലിറ്റ് നടക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം സൂറത്ത് സ്പ്ലിറ്റിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് അല്ലെ. സൂറത്ത് സ്പ്ലിറ്റ് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. കാരണം സൂറത്തിൽ വെച്ചിട്ടാണ് നമ്മൾ INC മെമ്പേഴ്സിന് എക്സ്ട്രീമിസ്റ്റുകളെന്നും മോഡറേറ്റ്സുകളെന്നും രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് വേൾഡ് വാർ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ആ ക്വസ്റ്റ്യൻസും കൂടി ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതേപോലെ വേൾഡ് വാറിന്റെ സൈഡിൽ നിന്ന് മേ ബി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇതുവരെ നമ്മൾ കവർ ചെയ്തതിൽ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. ഓക്കെ, പിന്നെ ഈ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വേദാസിൽ നമ്മൾ ഇതേപോലെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എ വെൽത്തി പേഴ്സൺ വാസ് നൗൺ ആസ്. ഇതില് വെൽത്തി പേഴ്സണെ പറയുന്ന പേര് ഗവിഷ്ടി എന്നാണ്. അതായത് ഗവിഷ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൗവലത്തുള്ള ആളാണ്. പിന്നെ ഡോട്ടർ വാസ് കോൾഡ് ദുഹിത്രി. ദുഹിത്രി മീൻസ് വൺ ഹു മിൽക്സ് കൗ, പശുവിനെ കറക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഡോട്ടറിനെ പലപ്പോഴും
പറയുന്നത്. ഓക്കെ, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ശതവാഹനാസിലെ ലോവസ്റ്റ് ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇത് നമ്മൾ കവർ ചെയ്ത ടോപ്പിക് ആയിരുന്നു. ലോവസ്റ്റ് ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ശതവാഹനാസിലെ ഗ്രാമയാണ്. ഓക്കെ, പിന്നെ മുഗളന്മാരിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ മറാത്താസിലെ പോലീസ് സിസ്റ്റംസ് വരുന്നുണ്ട്. അതേപോലെ ഭക്തി സയൻസിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? വെല്ലസ്ലി പ്രഭു ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെർമനന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് പെർമനന്റ് സിസ്റ്റം, സബ്സിഡറി അലയൻസ് സിസ്റ്റം, പിന്നെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ മോസ്റ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ അകത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നതിൽ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ ഉള്ളിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ അതൊക്കെ. അതായത് നൈസാം, ഹൈദരാബാദിൽ നൈസാമിനാണ് അതിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത് സബ്സിഡറി അലയൻസ് സിസ്റ്റം പ്രകാരം. അപ്പൊ അതൊക്കെ മേ ബി കുറച്ചൊരു ടഫാണ്. അതായത് കുറച്ചുകൂടി ഉള്ളിന്ന് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ 1857 റിവോൾട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. കമ്പനി റൂൾ ഇന്ത്യയിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? 1800 അല്ലെ, നമുക്കറിയാൻ പറ്റും. റിവോൾട്ട് ഒക്കെ കഴിഞ്ഞു, 1857 റിവോൾട്ട് ഒക്കെ കഴിഞ്ഞ് ആ റിവോൾട്ട് ഒക്കെ എൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ആക്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫുള്ള് വേൾഡ് വാറുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റഷ്യ, മുസോളിനി, തുർക്കി, കണ്ടോ, ഫുൾ വേൾഡ് റിലേറ്റഡ് കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ മെൻഷവിക്കുകളും ബോൾഷെവിക്കുകളാണ്. അതായത് മൈനോറിറ്റി മെജോറിറ്റി പാർട്ടിന്റെ ലീഡേഴ്സ് ആയിട്ട് അല്ലെ, പാർട്ടികളായിട്ട് നമ്മൾ മെൻഷവിക്കുകളെയും ബോൾഷെവിക്കുകളെയും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ചോദിക്കുന്നത് സെയിം, അതായത് കറക്റ്റ് രണ്ടെണ്ണം ആൻസർ ചെയ്യാണ്. അതിലൊക്കെ ചോദിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വേൾഡ് വാർ, അതായത് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. നമുക്കറിയാൻ പറ്റും 1918, 14 to 18 അല്ലെ, ആ സമയത്താണ് ചോദിക്കുന്നത്. അതായത് എൻഡ് ചെയ്തത് എപ്പോഴാണ്, തുടങ്ങുന്നത് എപ്പോഴാണ്, പിന്നെ പേൾ ഹാർബർ ആക്രമണം നടക്കുന്നത് സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ അത് ആരാണ് പിന്നീട് ജോയിൻ ചെയ്യാനുള്ള കാരണം. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾ ഒരെണ്ണം നമുക്ക് കവർ ചെയ്യാം. ദ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരനാഥ് ഈസ് ദ എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുക്കുന്നില്ലേ. നമുക്കറിയാം ലയൺ ക്യാപിറ്റൽ, സാരനാഥിലെ ലയൺ ക്യാപിറ്റൽ അശോകന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അത് നമ്മുടെ ഒരു ഒഫീഷ്യൽ എംബ്ലം, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ഒഫീഷ്യൽ എംബ്ലം ആയിട്ട് നമ്മൾ ഇപ്പോഴും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാൻ പറ്റും. പിന്നെ ഡാഷ് ഗ്രീക്ക് അതായത് അശോകയുടെ സമയത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രീക്ക് അംബാസഡർ ആരാണ് അല്ലെ. ഇപ്പം അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയോണീഷ്യസ് ആണ് അശോകയുടെ സമയത്ത് വിസിറ്റ് ചെയ്തത്. അതൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കാം മേ ബി. പിന്നെ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട ഗോഡ് ഏതാണ്? അതായത് കുറെ ദൈവങ്ങൾ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. വിഷ്ണുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോഡ് എന്ന് പല സ്ഥലങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൗര്യൻ എംപയർ പല കാറ്റഗറി, പല എക്കോളജിക്കൽ സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. അതറിയാൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പം പല സിസ്റ്റംസ്, അതായത് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെ പല ഡിവിഷൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ രാജാക്കന്മാരെ പറ്റിയും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ഈ ഒരു പോർഷൻ, ബി പോർഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പിന്നെ ചന്ദ്രഗുപ്ത ഫസ്റ്റിന്റെ ടൈറ്റിൽ നമുക്കറിയാൻ പറ്റും. മഹാരാജാധിരാജ എന്നുള്ള ടൈറ്റിൽ ഓൺ ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ആള് ഫസ്റ്റത്തെ ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഗുപ്താസിനെ പല പ്രോവിൻസസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാൻ പറ്റും. ബുക്തീസ് അല്ലെ, രാഷ്ട്രാസ വിഷയസ്, പല എന്താ പറയാ പല പ്രോവിൻസുകളാക്കിയിട്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഇസ് റെഫേർഡ് ടു വിച്ച് ഓഫ് ദ ഫോളോവിംഗ് എംപയർ. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ ഗോൾഡൻ ഏജ് ആയിട്ട് പറയുന്നത് ഏത് എംപയറിനാണ്? നമുക്കറിയാൻ പറ്റും. ഗോൾഡൻ ഏജ് എംപയർ ആയിട്ട് പലപ്പോഴും നമ്മൾ 2 ലൈവിലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഗുപ്ത പീരീഡിനെയാണ് നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അല്ലെ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ലിറ്ററേച്ചർ, അങ്ങനെ എല്ലാം കവർ ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ കാളിദാസ അടക്കമുള്ള അമരഘോഷ, കാളിദാസ അല്ലെ, ആര്യവടി, അങ്ങനെ കുറെ പുസ്തകങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വിശാഖദത്തൻ, മുദ്രരാക്ഷസം, കുറെ പുസ്തകങ്ങളാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ആർക്കിടെക്ചറിലെ ഫോംസ്, പുതിയ രൂപങ്ങൾ വന്നതൊക്കെ. പിന്നെ പറയുന്നത് ഇന്ത്യൻ പ്രിൻസിപ്പൽ. പിന്നെ ഇതൊക്കെ ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റമായിട്ട് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. അതായത് നൈസാം ജോയിൻ ചെയ്യുന്ന സമയം, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റം, അതേപോലെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, പിന്നെ പെർമനന്റ് സിസ്റ്റം, ഇതൊക്കെയാണ് കുറച്ചും കൂടി ബ്രിട്ടീഷ് ഒരു പീരീഡിൽ നിന്ന് കുറച്ചും കൂടി ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഡ്രെയിൻ തിയറി അല്ലെ, ദാദാബായ് നവറോജി, അവരുടെ പീരീഡ് ഒക്കെ കുറച്ചും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ട് വാസ് ദ മെയിൻ കോസ് ഓഫ് മേജർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബ്രിട്ടീഷ് എക്കോണമി ആൻഡ് സൊസൈറ്റി അല്ലെ. ബ്രിട്ടീഷ് എക്കോണമിയും സൊസൈറ്റിന്റെയും ട്രാൻസ്ഫോർമേഷനുള്ള പ്രധാനപ്പെട്ട ഒരു കോസ്, മെയിൻ കാരണം നമുക്കറിയാൻ പറ്റും. അവരുടെ ഡ്രെയിൻ സിസ്റ്റംസ്, അവർ കൊണ്ടുവന്ന കുറെ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇന്ത്യൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ സിസ്റ്റംസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ബ്രിട്ടീഷുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ സിസ്റ്റംസും ഉണ്ടായിരുന്നു.
അപ്പം നമ്മളിവിടെ പറയുന്ന സമയത്ത് റെയിൽവേ സിസ്റ്റംസ് അല്ലെ, റെയിൽവേ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ടെലഗ്രാഫ് സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇവർ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഒരു അല്ലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ലൈവിന്റെ അകത്ത്, അതേപോലെ തന്നെ നമ്മുടെ അല്ലാണ്ട് മൊത്തം സിലബസ് കവർ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഡിസ്കഷന്റെ സമയത്തൊക്കെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതേസമയം ബ്രിട്ടീഷ് പീരീഡിൽ ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതേപോലെ വേൾഡ് ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഭയങ്കര ടഫ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.